ഓരോ മഴക്കാലവും വരുമ്പോൾ ഓർക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ ജീവിച്ച് നമ്മുടെ നാട്ടിൽ താമസിച്ച ഒരു രാത്രിയിൽ തൻ്റെ ആടിൻ്റെ കയറഴിച്ച് ജീവനൊടുക്കിയ ആ മനുഷ്യനെയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. പലരുടെയും അന്ത്യങ്ങൾ വലിയ ട്രാജഡിയാണ്. എന്തെല്ലാമോ നൈമിഷികമായ വികാരങ്ങളിൽ ജീവനൊടുക്കുന്ന 4ാം ക്ലാസ്സുകാരൻ മുതൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ കഴിയുന്നവർ വരെയുള്ളവർ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹണി ട്രാപ്പിൽ കുടുങ്ങി ജീവനൊടുക്കുന്നവരും കൊല ചെയ്യപ്പെടുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. ഏതോ ഒരു പെണ്ണുമായി ചാറ്റ് ചെയ്ത് അവസാനം റൂമിലേക്ക് ക്ഷണിച്ചു വരുത്തി ചുറ്റിക കൊണ്ട് അടികിട്ടി മരിച്ചവരുടെയൊക്കെ ജീവിത പശ്ചാത്തലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവർ മഹല്ലും കമ്മിറ്റിയും പള്ളിയും ഒക്കെ ആയിട്ട് പോയവരാണ്. പക്ഷേ അന്ത്യം അപമാനത്തിന്റെ അന്ത്യമായി. സ്വന്തം ഭാര്യക്കും മക്കൾക്കും പോലും ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധമുള്ള അന്ത്യമായി മാറുന്നു. വളരെ സ്നേഹത്തിൽ ജീവിച്ചവർ വഴിപിരിയുന്നു, ബഹളമുണ്ടാക്കുന്നു, കുടുംബ കോടതി കയറുന്നു, ഭാര്യയെ കുത്തിക്കൊല്ലുന്നു, ഭർത്താവിനെ ഇല്ലാതാക്കുന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെയാണെങ്കിൽ വേറൊരു ഭാഗത്ത് ഐ ആം ആൻ എക്സ് മുസ്ലിം, ഇന്നലെ വരെ ഞാൻ മുസ്ലിം ആയിരുന്നു, ഇന്ന് മുസ്ലിം അല്ലെന്ന് പറയുന്നു ചിലരൊക്കെ. ചിലർ പറയാതെ സ്വകാര്യമായി അങ്ങനെ ജീവിക്കുന്നു. ഇസ്ലാമിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇസ്ലാം ആകെ ഒരു ബോറു മതമാണ്. പെൺകുട്ടികളാണെങ്കിൽ ഇത് നിയന്ത്രണത്തിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ അങ്ങനെ ശ്വാസം മുട്ടി കഴിയാണ്. പാപ്പാനിമാനെയൊക്കെ പേടിച്ച് തട്ടത്തലപ്പ് തലയിലിട്ട് ജീവിക്കുന്നു. ആൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടുത്തെ ഓരോ സമയത്തെയും ട്രെൻഡിനൊപ്പം റാപ്പിനൊപ്പം പലതരം കാര്യങ്ങൾക്കൊപ്പം അങ്ങനെ സഞ്ചരിക്കാൻ അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടലാണ്. മതത്തോട് അവമതിപ്പുമായി കഴിയുന്നവരാണ് പലരും. രാവ് ഇരുണ്ടാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ പുലരുവോളം ലൈവ് കച്ചവടം നടത്തുന്ന താന്തോന്നികളായ തമ്മാടികളായ വ്യക്തികളുടെ ക്യാമ്പയിനിന്റെ അടിമകളാണ് പലരും. ചുരുക്കം ഇതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഭിലാഷുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. അവസാന വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിച്ചവൻ സ്വർഗത്തിലാണെന്നാണ്. ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാതെ നമുക്കിടയിൽ നിന്ന് എത്രയോ മനുഷ്യർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ അവസാനം എങ്ങനെയായിരിക്കും? നമ്മൾ അങ്ങനെ ഒരു ഗൗരവമുള്ള ചിന്ത എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്റെ അന്ത്യം എങ്ങനെയായിരിക്കും? അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി എനിക്ക് മരിക്കാൻ പറ്റുമോ? അതോ എന്റെ അന്ത്യം ഒരു ട്രാജഡി ആയിരിക്കുമോ? ഞാൻ ആരുടെയെങ്കിലും കത്തിത്തലപ്പിൽ അവസാനിക്കേണ്ടി വരുമോ? ഒരു മുഴം കയറിൽ തീരോ? ഉൾക്കൊണ്ട വിശ്വാസം കുപ്പായം അഴിച്ചുപേക്ഷിക്കും പോലെ വഴിയിൽ ഉപേക്ഷിക്കോ? ജീവിതത്തിലെടുത്ത സമീപനങ്ങളും നിലപാടുകളുമൊക്കെ മതം അല്ല മനുഷ്യത്വമാണ് വേണ്ടതെന്ന ക്യാമ്പയിനിന്റെ ഇരകളായി മാറോ? ഇതൊക്കെ നമ്മളൊന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ്, വിചാരണ നടത്തേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. ഒരു വ്യക്തിയുടെ അമല്, അയാളുടെ ബാക്കി കാര്യങ്ങളൊക്കെ പടച്ചോൻ പരിഗണിക്കുക അയാൾ എങ്ങനെ ക്ലോസ് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെയാണ് അയാൾ അവസാനത്തിൽ ഉണ്ടായത്? അയാൾ ഭയങ്കര സംഭവമായിരുന്നു, അയാൾ പള്ളി ഉണ്ടാക്കിയ ആളായിരുന്നു, മദ്രസ നടത്തിയ ആളായിരുന്നു, അയാൾ ഏറെ സഹിച്ച ഒരാളായിരുന്നു, അയാൾ തൗഹീദിന് വേണ്ടി അങ്ങനെ ചെയ്തിരുന്നു, മൂപ്പര വാപ്പ അങ്ങനെ ചെയ്തിരുന്നു, ഒക്കെ ശരിയാ. പക്ഷേ അയാളുടെ അവസാനം എങ്ങനെയായിരുന്നു? അയാൾ അവസാനിപ്പിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ഇതാണ് പരിഗണിക്കുക എന്നാണ്. നോക്കൂ, നിങ്ങൾ യുദ്ധഭൂമിയിൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ റസൂൽ കണ്ട് പറഞ്ഞൊരു കമന്റ് പൊതുവേ നമുക്കൊക്കെ അറിയണതാണ്. ഞാനതൊന്ന് ഓർമ്മയാക്കാണ്. എന്താ, അയാൾ അത്രയും ശക്തമായി യുദ്ധം ചെയ്തു. മാത്രല്ല ആ യുദ്ധത്തിൽ എന്നല്ല എല്ലാ യുദ്ധങ്ങളിലും മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അന്ന റജുലൻ മിൻ അഅ്ലമിൽ മുസ്ലിമീന ഗനാഅൻ അനിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങൾക്ക് ഇത്രയും സ്വത്ത് കൊടുത്തൊരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. അത്രയും ദാനശീലനായ, ഇസ്ലാമിൽ ഓരോ യുദ്ധത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആ മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാർ. നരകത്തിന്റെ അവകാശിയായ ഒരു വ്യക്തിയെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഫൽ യൻദുർ ഇലാ ഹാദാ, ഈ മനുഷ്യനെ നോക്കിക്കോളി എന്ന് യുദ്ധമുന്നണിയിൽ അയാൾ ഇങ്ങനെ വെട്ടി തിമിർത്ത് തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്തുനിന്ന് പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോ ഫഅത്ബഅഹു റജുലുൻ മിനൽ ഖൗം, ആ മനുഷ്യനെ തന്നെ പിന്തുടർന്നു പോയി ഒരു വ്യക്തി. അയാൾ മുശ്രിക്കീങ്ങളുമായുള്ള യുദ്ധം അങ്ങനെ തുടരുന്നതിനിടയ്ക്ക് അയാൾക്ക് ഹത്തജുരിഹ, അയാൾക്ക് മുറിവ് പറ്റി. അങ്ങനെ ആ വ്യക്തി എന്ത് ചെയ്തു? അവസാനം പ്രവാചകന്റെ അടുത്ത് വന്ന് പറയാണ്, ഈ അയാളെ വാച്ച് ചെയ്ത് അയാളെ ഒബ്സർവ് ചെയ്ത മനുഷ്യൻ പറയാണ്, അഖ്ബല റജുൽ ഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്രിയൻ, വേഗത്തിൽ വന്നിട്ട് പറയാണ്, നബിയെ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോ എന്റെ ഉള്ളിലുണ്ടായ ഒരു ചിന്ത കൊണ്ട് ഞാൻ അയാളെ പിന്തുടർന്ന് ചെന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ റസൂലാണെന്ന്. കാരണം ആ മനുഷ്യൻ
എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ശരീരത്തിൽ മുറിവ് പറ്റിയപ്പോ ഫഅറഫ്തു അന്നഹു ലാ യമൂതു അലാ ദാലിക്, ആ മുറിവ് പറ്റിയ മനുഷ്യൻ മരിച്ചിട്ടില്ല, അയാൾ ആ മുറിവിന്റെ വേദന സഹിക്കാൻ പറ്റാതെ ഫലമാ ജുരിഹ ഇസ്തഅജലൽ മൗത ഫഖതല നഫ്സഹു, അയാൾ സ്വയം മരണത്തിന് വിധേയമായി. ചോര വാർന്ന് അങ്ങനെ കിടന്ന് അയാൾ മരിക്കുമായിരുന്നു. പക്ഷേ ഫസ്തഅജലൽ മൗത, അയാൾ മരണത്തിന്റെ കാര്യത്തിൽ ധൃതി കാണിച്ചു. ഫഖതല നഫ്സഹു, അയാൾ സ്വയം കൊന്നുകളഞ്ഞു, അയാൾ ആത്മഹത്യ ചെയ്തു. അയാളുടെ വാള് കുത്തനെ നിർത്തിയിട്ട് അതിലേക്ക് വയറ് വെച്ച് അയാൾ മരിച്ചു. അപ്പോ നമ്മൾ എത്ര അധ്വാനിക്കുന്നു, നമ്മൾ എത്ര ഇബാദത്ത് ചെയ്യുന്നു, നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്യുന്നു എന്നതിന്റെ ഒക്കെ അപ്പുറത്ത് നമ്മുടെ അന്ത്യത്തിനൊരു ഒരു പ്രാധാന്യമുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ആ വിഷയത്തിൽ ചിന്തിക്കാനുണ്ട്. നേരെ തിരിച്ച് നിങ്ങൾ നോക്ക്, അത്രയൊന്നും തന്നെ അധ്വാനിക്കാത്തൊരു മനുഷ്യന്റെ കാര്യവും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അംർ ഇബ്നു ഉഖൈസ് എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് ജാഹിലിയത്തിൽ കുറച്ച് പലിശപ്പണം കിട്ടണ്ടായിരുന്നു. അപ്പൊ അയാള് ആ ഇസ്ലാമിലേക്ക് പോയാൽ ആ പലിശപ്പണം എനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നു കുറെ കാലം കേട്ടോ. ഇസ്ലാമിലേക്ക് പോയാൽ ആ പലിശപ്പണം എനിക്ക് കിട്ടൂല എന്നുള്ള നിലക്ക് ഇങ്ങനെ നിന്നു. അയാൾ എന്ത് ചെയ്തില്ല? ഇസ്ലാമിലേക്ക് പോയില്ല. അങ്ങനെ ഉഹദ് യുദ്ധത്തിന്റെ സമയം വന്നപ്പോ മൂപ്പരെ ബന്ധുക്കളെയും കുടുംബങ്ങളൊക്കെ അന്വേഷിച്ചു. അതിനെ ബനു അമ്മി, എന്റെ അമ്മിന്റെ മക്കളൊക്കെ, എളാപ്പ മൂത്താപ്പ മക്കളൊക്കെ എവിടെയെന്ന് വെച്ചു. അപ്പോ ഉഹദ് പോയതാണെന്ന് പറഞ്ഞു. ഓരോരുത്തരെയും പേരെടുത്ത് വെച്ചപ്പോ പറഞ്ഞു ഉഹദ് പോയതാണ്. നേരെ മൂപ്പര് ഉഹദ്ക്ക് പുറപ്പെട്ടു. ഉഹദിൽ ചെന്നപ്പോ അദ്ദേഹം വിശ്വാസികളൊക്കെ ഉഹദിന് പുറപ്പെടും വരെ അയാൾ അവിശ്വാസികളുടെ പക്ഷത്താണ്. ഞങ്ങളെ മുന്നിക്ക് വരണ്ടോ എന്ന് പറഞ്ഞു. കൂട്ടത്തിലുള്ള ഒരാള് മുന്നിക്ക് വരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാള് ആ നിമിഷത്തിൽ അയാൾക്ക് വിശ്വാസം, അയാളുടെ വിശ്വാസത്തിന് കനം കൂടുകയാണ്, അയാളുടെ വിശ്വാസത്തിന് കാഠിന്യം കൂടുകയാണ്. അയാൾ അത്ര ആഴത്തിൽ വിശ്വസിക്കുകയാണ്. എന്നിട്ട് അയാൾ യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അയാൾ മരണപ്പെട്ടു. ആ മുറിവേറ്റ് യുദ്ധത്തിൽ മരണപ്പെട്ട മനുഷ്യനെ കൊണ്ട് ഗോത്രത്തിലേക്ക് വന്നപ്പോ സഅദ് ബിൻ മുആദ് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പെങ്ങളോട് ചോദിച്ചു, ഹമിയത്തൽ ഖൗമിക്, നിങ്ങളുടെ ഗോത്രത്തിന് അഭിമാനമാകാൻ വേണ്ടി യുദ്ധത്തിന് പോയതാണോ? ഔ ഖൽബൻ ലഹും, അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള കോപം കൊണ്ടുപോയതാണോ? അം ഖൽബൻ ലില്ലാഹ്, അതല്ല അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള കോപമാണോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ബൽ ഖൽബൻ ലില്ലാഹി വറസൂലി, അള്ളാഹുവിനും റസൂലിനും വേണ്ടിയിട്ടാണ് അയാൾ യുദ്ധം ചെയ്തത്. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ കുറിച്ച് പറയാണ് ഫദഖലൽ ജന്ന വമാ സല്ലല്ലാ ലില്ലാഹി സ്വലാത്തൻ വാഹിദ, ഒരൊറ്റ നിസ്കാരം പോലും നിസ്കരിക്കാതെ അയാൾ സ്വർഗ്ഗത്തിലേക്ക് പോയി എന്നാണ്. ഞാൻ ഈ ആമുഖത്തിലൂടെ ഉദ്ദേശിച്ച കാര്യം എന്താ അറിയോ സഹോദരന്മാരെ, നമ്മളുടെ വിശ്വാസവും നമ്മളുടെ നിലപാടുകളും നമ്മുടെ മരണവും അതൊക്കെ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടതാകണമെങ്കിൽ നമ്മളായി അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മളായി ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു, സലഫുകൾ അങ്ങനെയായിരുന്നു. കാനു യഖാഫൂന മിൻ സൂഇൽ ഖാതിമതി വഹും ഫിൽ ഇബാദ, ആരാധനകളിൽ ജീവിച്ചിരിക്കെ, അനുഷ്ഠാനങ്ങൾ നിരന്തരം ചെയ്യുന്നവരായിരിക്കെ അവരെ യഥാർത്ഥം വിശ്വാസികളായി മരിക്കൂ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. മാ അമിന നിഫാഖ് ഇല്ലാ മുനാഫിഖുൻ, ഞാൻ മുനാഫിഖാകൂ എന്നുള്ള വിഷയത്തിൽ ഭയം ഉണ്ടാകാതിരിക്കാൻ മുനാഫിഖിന് മാത്രമേ ഉള്ളൂ എന്നാണ്. നമുക്ക് പലജാതി ഭയമുണ്ട് അല്ലേ? നമുക്ക് പലജാതി ഭയമുണ്ട്. മഴ കുട എടുക്കാതെ പോയി മഴ പെയ്യോ എന്നുള്ള ഭയം തൊട്ട്, വഴിയിൽ പട്ടി നമ്മളെ കടിക്കോ എന്നുള്ള ഭയം തൊട്ട്, വേറൊരാൾ കഴിഞ്ഞു വീണ് മരിച്ചു എന്നറിയുമ്പോ നമുക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നുള്ള ഭയം തൊട്ട്, നമ്മളെ കുട്ടി കുറച്ച് വൈകി വീട്ടിലെത്തുമ്പോ എന്താ പഠിച്ചോനെ പറ്റിയതെന്നുള്ള ഭയം മുതലൊക്കെ നമുക്ക് ഭയമുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാണ് അവസാനിക്കുക, എന്റെ അന്ത്യം എങ്ങനെയായിരിക്കും? റഹ്മത്തിന്റെ മലക്കുകൾ ചുറ്റും വന്നിരുന്ന് ആശ്വാസവാക്കുകൾ പറഞ്ഞ് എന്നെ ആഹ്ലാദിപ്പിച്ച് എനിക്കുള്ള പുണ്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ച് ദുഃഖിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ, ചെറിയ കുട്ടിയാണല്ലേ, 1.5 വയസ്സായ കുട്ടിയെ തൊട്ടിലാട്ടുന്ന ഭാര്യ അപ്പുറത്തെ റൂമിൽ നിന്ന് തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്ത് റൂമിൽ മരണം വരിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഭയവുമില്ലാതെ, പണി പൂർത്തിയാകാത്ത വീടവിടെ ഉണ്ടായിരിക്കെ ഒരു ഭയവുമില്ലാതെ, ഒരു വാഹനത്തിന്റെ ചക്രത്തിന്റെ താഴെ അങ്ങനെ അങ്ങോട്ട് അമർന്ന് അവസാനിക്കുമ്പോ ഒരു ചെറിയ സങ്കടം പോലും ഇല്ലാത്ത മരണം നമുക്ക് കിട്ടുമോ? അത് കിട്ടണമെങ്കിൽ ശരിയായ ഭയം നമുക്കുള്ളിൽ ആവശ്യം വേണം. നോക്ക് നിങ്ങൾ സുഫിയാൻ സൗരിയെ കുറിച്ച് പറയാം. വകാന യബ്കി കസീറൻ, അദ്ദേഹം കരയാറുണ്ടായിരുന്നു. എന്താ അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ കാരണം? അഖാഫു അൻ ഉസ്ലബൽ ഈമാൻ ഇൻദൽ മൗത്ത്, മരണത്തിന്റെ നേരമെത്തുമ്പോ ഈമാൻ പറിച്ചെടുക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നമ്മളൊക്കെ നാട്ടില് പലപ്പോഴും ചെല്ലണ പല മാലിയും പല ഏടും ഉണ്ട് അല്ലേ? ബദരീങ്ങളുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഒന്നിന്റെ ഇരവ് എന്ന് പറയുന്ന ഭാഗത്തൊരു വരി എന്താ? ദാഹം മൗത്തതു കൂട്ടിയിടും, ഇബിലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മരിക്കാൻ ഇങ്ങനെ പോകുമ്പോ, മരണത്തിന്റെ വക്രത്തിലെത്തുമ്പോ മലക്കുൽ മൗത്ത് വരുന്ന നേരത്ത് ആര് വരും? മലക്കുൽ മൗത്ത് വരുന്ന നേരത്ത് ലഈനായ ശപിക്കപ്പെട്ട പിശാച് വരും. എന്നിട്ട് അവൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരും. ആ വെള്ളം കുടിക്കാതിരിക്കാൻ ബദരീങ്ങളുടെ തുണ വേണമെന്നാണ് അല്ലെ പഠിപ്പിക്കണേ. ബദരീങ്ങളുടെ തുണ വേണമെന്നാണ് പഠിപ്പിക്കണേ. ഈ പഠിപ്പിക്കലിന് വല്ല അസുലുണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മരണരംഗത്ത് ആളുകൾ കണ്ട ഒരു രംഗം ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും. അദ്ദേഹം ഇങ്ങനെ മരണത്തോടെടുക്കുമ്പോൾ പറയുന്നത് ബഅദ് ബഅദ്, ദൂരപ്പോ ദൂരപ്പോ എന്നിങ്ങനെ പറയാം. പൈശാചിക ചിന്തകളും പിശാചിന്റെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം പിശാചിനെ ഓടിക്കാണ്, ദൂരപ്പോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു എന്താണ്?
അപ്പോ അദ്ദേഹം പറയാം, ഇന്ന ശൈത്താന വാഖിഫുൻ ഇൻദി, ശൈത്താൻ എന്റെ അടുത്തുണ്ട്. യഖൂലു, അവൻ പറയാണ്, ഫത്തന്നി യാ അഹ്മദ്, ഫത്തന്നി യാ അഹ്മദ്, അഹ്മദ് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്, നിന്നെ പഴപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണെന്ന് പറയാണ്. അപ്പൊ ഞാൻ അവനോട് പറയുന്നു, ആ പിശാചിനോട് ഞാൻ പറയുന്നു, എന്ത്, ലാ, നീ ദൂരെ പോ, ഹത്താ അഖ്റുജ മിന ദുനിയാല തൗഹീദ്, തൗഹീദിലായി ഞാൻ മരിക്കും വരെ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടൂല, എപ്പോ വേണമെങ്കിലും പെട്ടുപോകും, എപ്പോ വേണമെങ്കിലും നിന്റെ കെണിയിൽ പെട്ടുപോകും. അങ്ങനെ ഭയപ്പെട്ടവരാണ് നമ്മുടെ മുൻഗാമികൾ. പിശാചിന്റെ കെണിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് എപ്പോഴോ ഒന്ന് ആശ്വാസം തോന്നിയപ്പോ, മനസ്സിലൊരു ചെറിയ ആശ്വാസം തോന്നിയപ്പോ അദ്ദേഹം തിരുത്താണ്, ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല, മരണത്തിന്റെ അവസാനത്തെ മൊമെന്റും കഴിഞ്ഞ് പരലോകത്തേക്ക് എന്റെ റൂഹ് ഉയർന്നാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്നാണ്. അപ്പൊ ആ ഒരു ഭയം നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം പാലിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് തീർച്ചയായും കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെ പറയണേ, ലൗ നാദാ മുനാദിൻ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയാന്ന് വിചാരിക്കുക. എന്താ വിളിച്ചു പറയണത്? അങ്ങനെ വിചാരിക്കുക, അങ്ങനെ വിളിച്ചു പറയണില്ല. വിചാരിക്കുക, അന്നന്നാസ കുല്ലുഹും ഫിൽ ജന്ന ഇല്ലാ വാഹിദ്, ജനങ്ങൾ മുഴുവൻ സ്വർഗത്തിലാണ് കേട്ടോ, ഒരാൾ മാത്രമേ നരകത്തിലുള്ളൂ എന്ന് മഹ്ശറിന്ന് വിളിച്ചു പറയാണ്. അപ്പോ അദ്ദേഹം പറയാ, ലഖശീതു അൻ അകൂന അന ഹുവ, അത് ഞാനാണോ എന്ന് ഞാൻ ഭയക്കുന്നു എന്നാണ്. ആരാണ് ഈ പറയണത്? സ്വർഗം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഭൂമിയിൽ നിന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിന്റെ ഉള്ളിലെ ഭയാണിത്. ഈ ഭയത്തിന്റെ എന്തെങ്കിലും ഒരു പരിസരം സഹോദരന്മാരെ ഈ പറയണ എനിക്കും കേൾക്കണം, നമ്മൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. മാത്രല്ല, ഈ അന്ത്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് സുഫിയാൻ സൗരി തന്നെ പറയുന്നുണ്ട്, ബലഗനി അന്നൽ അബ്ദ യഅമലു അൽ ഖൈറ 70 സന, ഒരാൾ സൽക്കർമ്മത്തിലായി 70 വർഷം ജീവിക്കും. ഫൈദാ അമില ഫി ആഖിരി ഉംരിഹി അമലൻ മിൻ അഅമാലി അഹ്ലിൻ നാർ ഖുതിമ ലഹു ബിഹി, അങ്ങനെ അവസാനം ജീവിതത്തിന്റെ അവസാന കാലത്ത് നരകത്തിന്റെ പണിയെടുത്തു, അപ്പോ അവന്റെ അന്ത്യം നരകത്തിന്റേതാകും. ഫയദ്ഖുലുൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. നഊദു ബില്ലാഹി മിൻ സൂഇൽ ഖാതിമ, ദുരന്തപൂർണമായ മോശമായ പര്യവസാനത്തിൽ നിന്ന് നമുക്ക് പരിരക്ഷ തേടാം. അല്ലെ, ഇതൊക്കെ വേഗം മനസ്സിലാവും നമുക്ക്. നമ്മളെ രോഗിയായി ബെഡിൽ കിടന്നു എന്ന് വിചാരിക്കുക, അനന്തമായ കിടത്താണ്, ആകെ ഓടിപ്പാഞ്ഞിടുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ ഉള്ളിൽ എന്തിനെ പഠിച്ചവൻ എന്നോട് ഇത് ചെയ്തു എന്നുള്ള സൂഖ് തന്നെ ഉണ്ടായാൽ മതി, കഴിഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഓർക്കുന്നുണ്ടായ ഒരു സഹോദരി, കുറച്ച് പ്രായമുള്ള ഒരു ഉമ്മ, നമുക്കൊക്കെ വളരെ ബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഈ പ്രാസ്ഥാനിക രംഗത്തൊക്കെ പല പല വിഷയങ്ങളും വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്ഥിരം കാണുന്നവരൊക്കെ ചിലപ്പോൾ കാണാതാവും. വളരെ ശ്രദ്ധിക്കുന്ന, ഈ അടുത്ത കാലത്ത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണത് കേട്ടോ. അങ്ങനെ നിരന്തരം കാണാത്തവരെ പെരുന്നാളിനൊക്കെ നമ്മൾ അങ്ങനത്തെവരൊക്കെ വിളിക്കുക. പെരുന്നാളിനോ അങ്ങനത്തെ ആളുകളോടൊക്കെയാണ് കൂടുതൽ ബന്ധം പുലർത്താൻ ശ്രമിക്കുക. അപ്പോൾ അവർ വിളിച്ചു, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മിമ്പറിൽ ഞാൻ പറയണില്ല. മൂപ്പര് ഇങ്ങനെ കിടക്കട നിസ്കരിക്കണില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്ന് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചപ്പോഴേ കുറെ ദീനിയായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ദീനി രംഗത്ത് ചെയ്ത കുറെ സേവനങ്ങളൊക്കെ ഓർമ്മയാക്കിയപ്പോ മൂപ്പര് എണീറ്റിരുന്നിട്ട് എണീപ്പിക്കാൻ പറഞ്ഞു ഭാര്യനോട്. എണീപ്പിച്ച് ഒളു എടുത്ത് നിസ്കരിച്ചതിന് ശേഷം മൂപ്പര് പറയാ, ഞാൻ കുറെ ദിവസമായി നിസ്കരിച്ചിട്ടില്ല, പടച്ചവനോടുള്ള പ്രതിഷേധത്തിലായിരുന്നു ഞാൻ. ദീനി രംഗത്ത് ഒരുപാട് കാര്യം ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ ഒന്നും അല്ലാതെ ഈ മൂലയിൽ ഇങ്ങനെ കാഷ്ടവും മൂത്രം വരെ എടുക്കാൻ ആളില്ലാതെ, മക്കളൊക്കെ ഉണ്ട് മൗലവി, ആർക്കും നേരല്ല അല്ലേ, ഒരു കാരുണ്യം എന്റെ പടച്ചവൻ എന്നോട് ചെയ്തില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചാ കഴിഞ്ഞു സഹോദരന്മാരെ, ഇങ്ങനെ ചിന്തിച്ചാ കഴിഞ്ഞു. അതുകൊണ്ട് സ്വർഗത്തിലെത്തുക എന്ന് പറയുന്നത് നല്ലൊരു പണിയാണ്. നമ്മളെ മനസ്സിനെ ശരിക്കും പരിശീലിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് നല്ല പര്യവസാനം കിട്ടാനുള്ള കുറെ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലത് നമ്മൾ പറയാൻ നോക്കുകയാണ്. അതിലൊന്നെന്താ പറയുക, പ്രാർത്ഥനയാണ്. നിങ്ങൾ നോക്കൂ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമക്ക് വാപ്പാനിമാനെയൊക്കെ നഷ്ടപ്പെട്ടു, കിണറ്റിൽ അദ്ദേഹത്തെ വലിച്ചെറിയപ്പെട്ടു, അടിമച്ചന്തയിലെ ഒരു അടിമയായി നിൽക്കേണ്ടി വന്നു, കൊട്ടാരത്തിലെത്തി, ലൈംഗികാരോപണം നേരിട്ടു, ജയില് കഴിഞ്ഞു, അവസാനം അദ്ദേഹം ഭരണാധികാരിയായി, അവസാനം ഒക്കെ തിരിച്ചു കിട്ടി, എല്ലാം തിരിച്ചു കിട്ടി, അഭിമാനം തിരിച്ചു കിട്ടി, പാരന്റ്സിനെ തിരിച്ചു കിട്ടി, ഒക്കെ തിരിച്ചു കിട്ടി. അപ്പൊ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന എന്താ? തവഫനി മുസ്ലിം വൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചോനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമെന്ന്. നമ്മൾ എത്ര വട്ടം തവഫനി മുസ്ലിമാന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കലുണ്ട്? വെറുതെ ചിന്തിച്ചോ നിങ്ങൾ. എത്ര തീവ്രതയോടുകൂടെ, എത്ര ഹൃദയവികാരത്തോടുകൂടെ, കുട്ടികളില്ലാത്തൊരു കുട്ടിനെ കിട്ടാൻ പ്രാർത്ഥിക്കണ പോലെ, കടത്തിൽ കുടുങ്ങിയവർ അതിന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണ പോലെ, വീടില്ലാത്തൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കണ പോലെ അല്ലെ. ഒരു ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവായി വന്നു, എന്താ ഓവറിയിൽ എന്തോ ഒരു മുഴ ഉണ്ട്, അല്ലെങ്കിൽ OG ജംഗ്ഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ യൂട്രസിന് എന്തോ ഒരു വിഷയമുണ്ട്, അതല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ്, ഇങ്ങനെ എന്തോ ഒരു റിപ്പോർട്ട് വന്നപ്പോ ആ റിപ്പോർട്ടിന്റെ പേരിൽ ഭയപ്പെട്ട് പ്രാർത്ഥിച്ചതിന്റെ ഒരു അംശമെങ്കിലും സഹോദരന്മാരെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അമ്പിയാക്കളുടെ രീതി ഇതല്ലേ? വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതല്ലേ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. പടച്ചോനെ, ഹിദായത്ത് എത്തിയതിന്റെ ശേഷം ഞങ്ങളെ നീ വഴിതെറ്റിക്കല്ലേ.
ഹിദായത്ത് എത്തിയതിന്റെ ശേഷം നീ ഞങ്ങളെ വഴിതെറ്റിക്കല്ലേ. ഇത് നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ അറിയിക്കേണ്ടതാണ്. പല വിഷയത്തിൽ നമുക്ക് ഹിദായത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹിദായത്തിന്റെ വഴിയിലേക്ക് നൂഹ് നബിയുടെ കപ്പലിലേക്ക് കയറിയിട്ടില്ല. നൂഹ് നബിയുടെ കപ്പലിലേക്ക് പലരും കയറാതിരിക്കാൻ പലതായിരുന്നു കാരണം. ഈ പ്രളയത്തെ ഞങ്ങൾക്ക് മലമുകളിൽ കയറി രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് മോൻ വിചാരിച്ചത്. പക്ഷേ മോനും ബാപ്പിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മോനെ കയറാന്ന് ഇങ്ങനെ നിർബന്ധിക്കണതിന്റെ ഇടയ്ക്ക് ഒരു തിരമാല വന്ന് മോനെ വെള്ളത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ചരിത്രം നൽകണ പാടാത്. ഹക്കാന്ന് ബോധ്യപ്പെട്ട കാര്യത്തിന്റെ കൂടെ പെട്ടെന്ന് കയറിയിരിക്കാൻ പറ്റണം. നിങ്ങൾ നോക്ക്, മുസ്ലിമാർ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുത്ത് ഒരു പ്രാർത്ഥന പഠിക്കുന്നുണ്ട്. ഏതാ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മാറ്റിമറിക്കണം റബ്ബേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ വഴിയിൽ തന്നെ നിർത്തണേ എന്നുള്ള പ്രാർത്ഥന എങ്ങനെ പഠിച്ചേ? മിമ്പർമെന്ന് റസൂലുള്ളാഹി ചൊല്ലി പഠിപ്പിച്ചല്ല. അവര് ആവർത്തിച്ച് റസൂലുള്ളാഹി ഒരു ദുആ ചൊല്ലണത് കണ്ടപ്പോൾ ചോദിച്ചതാണ്. ആവർത്തിച്ച് പ്രാർത്ഥിക്കണം കണ്ടപ്പോ അല്ലേ? മാത്രമല്ല റസൂലുള്ളാഹിന്റെ മറ്റൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. എല്ലാ കാര്യത്തിന്റെയും പര്യാവസാനത്തെ നീ ഏറ്റവും ഖൈറാക്കി തരണേ അല്ലാഹ്. വ അജ്ർനാ മിൻ ഖിസിയദ് ദുനിയ. ദുനിയാവിന്റെ അപമാനത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. വ അദാബിൽ ആഖിറ. പരലോകത്തിന്റെ അദാബിൽ നിന്നും കാക്കണേ പടച്ചോനെ. അല്ലേ? ഇതിലെ വ അജ്ർനാ മിൻ ഖിസിയദ് ദുനിയ, ദുനിയാവിന്റെ അപമാനത്തിൽ നിന്ന് കാക്കണേ എന്നുള്ളത് പലപ്പോഴായി ഈ ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിൽ യാത്രയുടെ ഒരു പെണ്ണിനെ തോണ്ടി, ആ പെണ്ണൻ പ്രതികരിച്ചു. നാട്ടുകാരെ മുന്നിലും കൂട്ടുകാരുടെ മുമ്പിലും കുടുംബത്തിന്റെ മുമ്പിലും മൊത്തം എല്ലാരെയും മുമ്പിൽ അയാൾ മരിച്ചില്ലേ? ഖലാസ്, കഴിഞ്ഞു. ഖിസിയദ് ദുനിയ, ദുനിയാവിന്റെ ഖിസി. ഒറ്റയ്ക്കിരിക്കുമ്പോ വൃത്തികേടുകൾ കണ്ട് മനസ്സ് അങ്ങനെ പതറിപ്പോവാണ്. അല്ല അതൊന്നുമില്ലെങ്കിലും ഇനി അതൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു സംഗതി ഒന്നും ഉണ്ടാകാൻ ചിലപ്പോൾ അതൊന്നും വേണ്ട, ഒരു പൈശാചിക പ്രേരണ മതി. അപ്പോ നിരന്തരമായ പ്രാർത്ഥന തവഫനി മുസ്ലിമ എന്നതൊരു വിശ്വാസിക്കുണ്ടാകണം. രണ്ടാമത്തെ കാര്യം തരം നിലപാടാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളി. നിലപാട് അതായിരിക്കും അവസാനിക്കുക എന്നാണ്. എന്താ നോക്കൂ നിങ്ങൾ, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹുവിനോടാ പറയണത്, അല്ലാഹുവിന്റെ റസൂലിനോടാ പറയണേ. ഫസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് കൽപ്പിച്ചതിൽ നേരെ ചൊവ്വേ നിൽക്കണം. ഒരു നിലപാട് കിട്ടിയാൽ പിന്നെ അതിൽ നിവർന്നു നിൽക്കാൻ പഠിക്കണം. മുദബ്ബിബീന ബൈന ദാലിക ലാ ഇലാഹ ഇല്ലല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹി. അപ്പുറത്തും എല്ലാരും തൃപ്തിപ്പെടുത്തുന്ന ഒരാളായി മാറണ്ട. നിലപാടെടുക്കുമ്പോ ചിലപ്പോ ചില ആളുകൾക്ക് അസന്തുഷ്ടി ഉണ്ടാകും, ചില ആനുകൂല്യങ്ങൾ മുടങ്ങും. അല്ലെ, വീട് വെക്കുകയാണ്, നല്ലൊരു വീട് വെക്കുക, അവിടെ നല്ല മൗലൂദിന്റെ ഏട് എടുത്തിട്ടില്ലെങ്കിൽ അയലോക്കക്കാർക്ക് ബുദ്ധിമുട്ടാവും. എന്നിട്ട് പടച്ചോൻ തൗഫീഖ് തന്ന ആ മൗലൂദ് പിന്നെ അള്ളാഹുവിനോട് കടമ കാണിക്കേണ്ടടുത്താണ്. എന്തതിലുള്ളത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു, മരിക്കണ നേരത്ത് ശൈത്താന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബദരീങ്ങളോട് രക്ഷ തേടുക. പട്ടിണി മാറാൻ വേണ്ടി ബദരീങ്ങളോട് രക്ഷ തേടുക. പട്ടിണി ഇല്ലായിട്ടാണ് ബദരീങ്ങൾ മരിച്ചത്. ബദരീങ്ങൾ പറഞ്ഞ ഒരാളല്ലല്ലോ, 300 ചില്ലാൻ ആൾക്കാരാണ്. ഓരൊക്കെ മരിച്ചത് അങ്ങനെയാണ് അല്ലെ, പട്ടിണിയിലായിട്ടാണ് മരിച്ചത്. അവർക്ക് തന്നെ അവരെ സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല, കള്ളന്റെ ശല്യത്തൊന്നും അല്ലാത്തിന്നൊക്കെ രക്ഷപ്പെടാൻ. ഇതിന്റെ അർത്ഥം അറിഞ്ഞാൽ ഇത് നമ്മളിത് തോട്ട് കയറി ഒരു ബേജാറില്ലാതെ പറയണത്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. അത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിലപാട് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞ നമ്മളെ മോളെ കല്യാണത്തിന് അതും വേണം ഇതും വേണം മറ്റേതും വേണം, എല്ലാരും തൃപ്തിപ്പെടുത്താന് അല്ലെ. അവളുടെ അവന്റെ ഡ്രസ് കോഡ്, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, ഇതൊക്കെ നമ്മളുടെ കപ്പാസിറ്റിന്റെയും ദീനിന്റെയും ഉള്ളിൽ നിന്നതാക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അല്ലെങ്കിൽ എന്താ അറിയോ, മദാരിജു സാലിക് എന്ന് പറയുന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, അൽ ഖവാതീമു മിറാസുസ് സവാബിഖ്. അന്ത്യം മുൻപെന്താണോ ചെയ്തു വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുക. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിച്ചാൽ തീരോ? ഉറക്കനെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിച്ചുകൂട്ടിക്കൊള്ളി, അതുകൊണ്ട് തീരുമാനമാകുമോ? അങ്ങനെയാണെങ്കിൽ ഫിറഔന് വെള്ളത്തിൽ മുങ്ങി അവസാനിച്ചപ്പോ അവൻ എന്താ ചൊല്ലിയേ? ചില ആൾക്കാർ പറയും ഞങ്ങളെ ഉസ്താദുമാർ ഭയങ്കര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചോല, നേരിട്ട് കണ്ടോലുണ്ട് എന്നൊക്കെ പറയും അല്ലെ. അതുകൊണ്ട് മാത്രം തീരുമാനമാകുന്നില്ല. ആഖിറു കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം എന്ന് പറഞ്ഞാൽ എന്താ? ഹയാത്ത് മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം, എന്നിട്ട് ആഖിറു കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. അതാണ്. എങ്ങനെയാണ് ഫിറഔൻ അവസാനിച്ചത്? ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, ഹാറൂന്റെയും മൂസാന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. അത് പറഞ്ഞിട്ട് തന്നെ മരിച്ചേ. പക്ഷേ അവനെ അള്ളാഹു വിശ്വാസിയായി പരിഗണിച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഗർഗറത്തിന്റെ മരണത്തിന് തൊണ്ടയിൽ ഇങ്ങനെ മരണം ശബ്ദം ഉണ്ടാക്കുന്ന അവസ്ഥ വരെ തൗബ നീട്ടാൻ പാടില്ല എന്ന് അസ്ല് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുക, അൽ ഖവാതീമു മിറാസുസ് സവാബിഖ്, മുൻപ് കഴിഞ്ഞുപോയത്, മുൻപ് ചെയ്തു വെച്ചത് അതായിരിക്കും അന്ത്യത്തിൽ ഉണ്ടാകുക. വമാ സബഖ ഫിൽ ഖൽബി, ഹൃദയത്തിൽ എന്താണോ പണ്ടുണ്ടായിരുന്നത്, യൽഹറു അലൽ ജവാരിഹി ഫി നിഹായ, അവസാനിക്കുമ്പോൾ അതാണ് പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് ദീനി രംഗത്ത് കണിശമായ ലൈൻ ഉണ്ടാകുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനമാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് ധാരാളം നമ്മൾ കേട്ടൊരായത്താണ് ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളെ റബ്ബ് അല്ലാഹ് പറയുന്നു. തുമ്മസ്തഖാമു, പിന്നെ അല്ലാഹ് പറഞ്ഞു കൊടുത്ത് നിന്നു. പിന്നെ ഏലസില്ല, ഐക്കല്ലില്ല, ഉറുക്കില്ല, ഒരാളെയും പേടില്ല, ഒരു പടപ്പിനെയും പേടില്ല, ഒരു ഭരണാധികാരിയെയും പേടില്ല
അല്ലെ? ഒരു നാട്ടുപ്രമാണിയെയും പേടിയില്ല, ഒരു സമ്പന്നനെയും പേടിയില്ല. എന്ത് ചെയ്തു? ശരിയായി നിലക്കൊണ്ടു. അങ്ങനത്തെ ആളുകൾക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ സംഘം സംഘമായി അവർ മരിക്കണോടുത്തു വരും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു, പേടിക്കണ്ടട്ടോ, വലാ തഹ്സനു, ദുഃഖിക്കണ്ടട്ടോ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ട് എന്ന ആശ്വാസവാക്ക് പറയുന്നതാണ്. പിന്നെന്തിനാ പേടി? ഇപ്പോ കുട്ടികൾക്കൊക്കെ ഒരു 10-40 ആളുകളുടെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു പ്രശ്നം എന്താ? എല്ലാരെയും മുടി ഏകദേശം ഒരു കോലത്തിലായിരിക്കും. എന്താ കാര്യം? മുടി ഒന്ന് ചെറുതാക്കി വെട്ടിയാൽ ആ വെട്ടിനെ പറ്റി കമന്റ് ഉണ്ടാവും, വസ്ത്രത്തെ പറ്റി കമന്റ് ഉണ്ടാവും, അല്ലെ? അവിടുത്തെ ചില പരിഹാസങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ ഭയന്നിട്ട് നിലപാടെടുക്കാൻ, നട്ടല്ലോടെ നിവർന്നു നിൽക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത് ശരിയല്ല സഹോദരന്മാരെ. കുടുംബത്തെ ഭയന്നിട്ട്, സമൂഹത്തെ ഭയന്നിട്ട്, ഭരണാധികാരികളെ ഭയന്നിട്ട്, ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ വഴിയല്ല നമുക്ക് പറയാം. പണ്ഡിതന്മാർ പഠിപ്പിച്ച് കാണാൻ പറ്റും. എന്താ ഇസ്തിഖാമത്ത്? ജബൽ, പർവ്വതത്തെ പോലെ നിൽക്കല. കാരണം അന്നഹൂല യുദീബുഹു അൽ ഹർറു, ചൂടത്ത് അത് ഉരുകിപ്പോകൂല പർവ്വതം. ലാ യുമജ്ജിദുഹു അൽ ബർദ്, തണുപ്പതിനെ കട്ടിയാക്കി കളയില്ല. അതുപോലെ തന്നെ ലാ തുഹരിക്കു ഹുരി, കാറ്റതിനെ എടുത്തുകൊണ്ടുപോകില്ല. ലാ യുദ്ഹിബുഹു സൈൽ, വെള്ളപ്പൊക്കം അതിനെ ഒഴുക്കിക്കളയില്ല. അങ്ങനത്തെ പർവ്വതത്തെ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നാണ് നിലപാടെടുക്കാറിനാല്. തല്ലും കൂടി ഉണ്ടാക്കുക, കച്ചറ ഉണ്ടാക്കാന്നൊന്നും പറഞ്ഞതിന് അർത്ഥമല്ല. ശാന്തമായി പുഞ്ചിരിച്ച് പറയാനുള്ളത് തുറന്നു പറഞ്ഞ് ജ്യേഷ്ഠന്മാരോട്, അനിയന്മാരോട്, സഹോദരന്മാരോട് ഒച്ച കൂടരുത്, വാക്കിന് കനം കൂടരുത്, അതിൽ ചാട്ടുളി ഉണ്ടാകരുത്, അതിന് സ്നേഹത്തിന്റെ സ്പർശനം ഉണ്ടാകണം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ അവരോട് പരുഷമായി നിന്നിരുന്നെങ്കിൽ ഒരാളും നിങ്ങളെടുത്ത് കടുക്കൂലായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാളും നിങ്ങളെടുത്ത് കടുക്കൂലായിരുന്നു. മുത്തുനബിനോടാ പറഞ്ഞത്, നമ്മളോടല്ല. മുത്തുനബിനോടാ പറഞ്ഞത്. അപ്പോ ആ രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളെ കാണാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ അന്ത്യം അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട രീതിയിൽ മലക്കുകളുടെ സാന്നിധ്യത്തിൽ, റൂഹിനെ പിടിക്കുന്ന മലക്കുകളുടെ, കൂടാതെ റഹ്മത്തിന്റെ മലക്കുകളുടെ ഒക്കെ സാന്നിധ്യത്തിൽ സന്തോഷപൂർവ്വം പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം. വീടുണ്ടാക്കലല്ല, ജോലിയല്ല, മക്കളെ വളർത്തലല്ല, കുടുംബമല്ല, ഒന്നുമല്ല. അതൊക്കെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ആവശ്യങ്ങളാണ്. ലക്ഷ്യം അതല്ല. അങ്ങനെയാണെങ്കിൽ 2, 3, 4 കുട്ടികളെ അനാഥരാക്കി മരിച്ചോണ വാപ്പാര് ലക്ഷ്യം തീർത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കടന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഉഷാറാക്കിയതിന്റെ ശേഷം ഉദ്ഘാടനത്തിന് മരിച്ചോണ മുതലാളിനെ കുറിച്ച് നമുക്ക് അയാൾ ലക്ഷ്യം പൂർത്തീകരിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? വിവാഹം കഴിഞ്ഞ് സ്വന്തം ഭാര്യയെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞതിന്റെ മുമ്പ് അന്ന് വൈകുന്നേരം കുഴഞ്ഞു വീണ് മരിച്ച ഭർത്താവിന്റെ നമ്മളെ തൊട്ടടുത്ത പ്രദേശത്ത് അയാളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ആവശ്യങ്ങളാണ്, അല്ലെ? ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ആവശ്യങ്ങളാണ്. അതുകൊണ്ട് ശരിയായ രീതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണം. നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഭയം ഉണ്ടാകണം. ആ ഭയം ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമുക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. നിരന്തര പ്രാർത്ഥന ഉണ്ടാകും. ഇനി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ 29 മിനിറ്റിൽ ഖുത്ബ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നയം. 29 മിനിറ്റായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ പറയാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഏറ്റവും ശരിയായ പര്യവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തെമ്പാടെ വേദന അനുഭവിക്കുന്ന മുസ്ലിം ജനസഞ്ചയങ്ങൾക്ക് അള്ളാഹു ആശ്വാസം പകരുമാറാകട്ടെ. മഴക്കടികളിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, റബ്ബനാ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.